ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഇന്ന് എനിക്ക് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ മദർ ഇൻ ലോ ഒക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പത്തനംതിട്ടയിൽ. ഞാനിനി ഇതൊന്ന് ചക്ക വേവിക്കാൻ പോവുകയാണ്. വരിക്കച്ചക്കയാണ്. നമ്മൾ ചക്ക കട്ട് ചെയ്യാൻ എടുക്കുന്ന പിച്ചാത്തിയിലൊക്കെ വെളിച്ചെണ്ണ പുരട്ടിയിട്ടേ കട്ട് ചെയ്യാവേ. ഞാനിവിടെ ചക്കക്കുരു ചുളയ്ക്കകത്തുനിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ അരിഞ്ഞു വെക്കുവാണ് ചക്ക വേവിക്കാൻ. ഞാനിവിടെ ചക്കപ്പുഴുക്ക് കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഇച്ചിരിയും വെള്ളം ഒഴിച്ച് ഒരു വിസിൽ കൊടുക്കാമേ. ഇവിടെ ഞാൻ ചക്കയ്ക്ക് വേണ്ടി തേങ്ങ തിരുമ്മി അരമുറി, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇച്ചിരി കരിയാപ്പില, കുറച്ച് ജീരകം. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് വരാമേ. നമ്മുടെ കുക്കറിനകത്ത് വേവിച്ച ചക്ക വെന്തിട്ടുണ്ട്. അതിനകത്ത് ഇനി ഞാൻ തേങ്ങ അരച്ചത് ചേർക്കുവാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ ഒത്തിരി മഷി പോലൊന്നും അരയ്ക്കാൻ പാടില്ല, ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ചതും മീൻകറിയും. എനിക്കറിയാം എല്ലാവർക്കും കൊതി വരുന്നുണ്ടെന്നറിയാം. നമ്മൾ കുക്കറിനകത്ത് വയ്ക്കുന്നതാണ് എളുപ്പം അങ്ങ് വെന്ത് കിട്ടും. ഒരു വിസിലടിച്ചാൽ മതിയേ. ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് ചക്ക പരുവത്തിന് വെന്തിരിക്കും. സൂപ്പർ, അടിപൊളി. Thanks for watching my video. Please like, share and subscribe my channel. Thank you.